മോസ്കോയിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ISISന്റെ കൈകളാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പുടിന്റെ സ്ഥാനക്കയറ്റം നടന്ന് അധിക ദിവസമാകുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. 62 പേർ മരണപ്പെടുകയും 100-ലധികം ആളുകൾക്ക് ഇവിടെ ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക സ്റ്റേറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ മോട്ടീവ് എന്തായിരുന്നു? യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ ഒരു ആക്രമണം IS നടത്തിയിരിക്കുന്നത്. ക്രോക്ക് സിറ്റി ഹാളില് ക്രൈസ്തവര് ഒത്തുചേർന്ന സംഗീത പരിപാടിയിലാണ് ഈ ഒരു ആക്രമണം ഇപ്പൊ നടത്തിയിരിക്കുന്നത്. സിറിയയില് ഉൾപ്പെടെ പുടിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ഇടപെടലാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് പിന്നിൽ ഉള്ളതെന്നാണ് സംശയിക്കുന്നത്. IS റഷ്യ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇന്ന് ഗ്ലോബലി നേരിടുന്ന ഒരു പ്രശ്നമാണ് പലസ്തീൻ ഇഷ്യൂ, അല്ലെ? ഇവിടെ റഷ്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യ അമേരിക്കയ്ക്കും എതിരാണ്, ഇസ്രയേലിനും എതിരാണ്. ഒരർത്ഥത്തിൽ ഹമാസിന്റെ കൂടെയാണെന്ന് പറയാം. ഒക്ടോബർ 7 പലസ്തീനിൽ നടന്ന അറ്റാക്കിന് ശേഷം ഹമാസിന്റെ ഉന്നതതല നേതാക്കളൊക്കെ റഷ്യ സന്ദർശിക്കുകയുണ്ടായി. ഇവിടെ ഹമാസിന് ഔദ്യോഗികമായിട്ട് റഷ്യ സ്വീകരണമൊക്കെ നൽകിയിരുന്നു. ഇനി ഇസ്രയേൽ സിറിയക്കെതിരെ നടത്തുന്ന എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾക്കും റഷ്യയാണ് സിറിയയ്ക്ക് പിന്തുണ നൽകിയിരിക്കുന്നത്. ഇസ്രയേലിനെതിരായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പവർ എന്നതാണ് ഇന്നത്തെ ലോക രാഷ്ട്രങ്ങളിൽ റഷ്യയുടെ സ്ഥാനം. മാത്രമല്ല, റഷ്യയിൽ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിൽ നടക്കാനുള്ള അവകാശം റഷ്യയിലുണ്ട്. അതായത് ഇസ്ലാമിക സമൂഹത്തിന് വലിയൊരു പിന്തുണ നൽകുന്ന റഷ്യക്ക് എന്തിനാണ് ISISനെ ആക്രമിക്കുന്നത്? മുസ്ലിമുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം നേരിടുകയോ അല്ലെങ്കിൽ രണ്ടാം കിടക്കാരായി പരിഗണിക്കുകയോ ചെയ്യുന്ന രാജ്യമല്ല റഷ്യ. അതായത് ഇസ്ലാമിക സ്റ്റേറ്റ് ഏതെങ്കിലും തരത്തിൽ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു രാജ്യമല്ല ഈ റഷ്യ. ഇനി ഇസ്ലാമിക സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇസ്രയേൽ എന്ന രാജ്യത്തെ ടാർഗറ്റ് ചെയ്യാത്ത ഒരു സംഘടനയാണ് ഇവർ, ഇസ്ലാമിക സ്റ്റേറ്റ്. പലസ്തീനെതിരെ ഇത്രയും സംഘർഷങ്ങൾ സൃഷ്ടിച്ചിട്ടും യാതൊരു തരത്തിലുള്ള പ്രകോപനവും IS ഇസ്രയേലിനെതിരെ നടത്തിയിട്ടില്ല. പിന്നെ ഇവിടെ ISന്റെ ആക്രമണം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യം ഉയരുക തന്നെയാണ്. സിറിയയുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റിന് കാരണം IS ആണ്, അല്ലെ? ഒരു പക്ഷേ ആ നിലയിൽ ചിന്തിച്ചാൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ISന്റെ രൂപീകരണത്തിന് ISനെ ഉണ്ടാക്കിയത് തന്നെ അമേരിക്കയാണ്. ഇത് പ്രചരിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇതൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം അധികാരത്തിലേക്ക് കയറിയത്. സിറിയൻ പ്രസിഡന്റ് ബസർ അൽ ആസാദിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് അമേരിക്ക ഫണ്ടും ആയുധങ്ങളൊക്കെ നൽകിയിരുന്നു എന്നതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്ക അവർക്ക് ട്രെയിനിങ് വരെ നൽകിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതെല്ലാം അമേരിക്ക മാധ്യമങ്ങൾ തന്നെ പ്രചരിപ്പിച്ച ഒന്നാണ്. ഇതുപോലുള്ള റബൽ ഗ്രൂപ്പുകൾക്ക് അമേരിക്കയുടെ ആയുധവും പരിശീലനവും ലഭിച്ച് വളരെ പെട്ടെന്ന് വളർന്ന് IS പോലുള്ള മാറുകയാണ് ചെയ്തത്. പിന്നെ ഇറാഖില് IS രൂപീകരിക്കപ്പെട്ടത് അമേരിക്കൻ സൈന്യത്തിന്റെ അധിനിവേശത്തിനെതിരെ പോരാടിയ ഗ്രൂപ്പുകൾ വളരെ പെട്ടെന്ന് മറ്റൊരു ഗ്രൂപ്പായിട്ട് മാറുകയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ലെവൽ ആൻഡ് ഇറാഖ് എന്ന ഗ്രൂപ്പായിട്ട് മാറുകയൊക്കെ ചെയ്തിരുന്നു. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? യഥാർത്ഥത്തില് അമേരിക്കൻ സൈന്യത്തെ ഇറാഖിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു. ഇവിടെ അമേരിക്കൻ സൈന്യത്തിന്റെ പിൻവാക്കം ഈ ബറാക് ഒബാമ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ISന്റെ രൂപീകരണം ഒക്കെ അവിടെ നടന്നത്. ഈ IS അവരുടെ സ്വാധീന ശക്തി ഇറാഖിൽ നിന്നും എന്ത് ചെയ്തു? സിറിയയിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഇവിടെ അമേരിക്ക ഒരു ന്യൂട്രൽ മോഡിലാണ് നിന്നിരുന്നത്. റഷ്യ പൂർണ്ണമായിട്ട് ബസർ അൽ അസാദിനെ അവിടെ ആയുധങ്ങൾ ഇറക്കി റഷ്യ സിറിയയെ പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്തു. പിന്നെ മാർച്ച് 8 റഷ്യയിൽ ഇതുപോലൊരു ബ്ലാസ്റ്റ് നടക്കാൻ പദ്ധതിയിട്ടിരുന്നത്. അത് ആരാണ് ഇതുവരെ അറിയില്ല. പക്ഷേ ആ ബ്ലാസ്റ്റ് റഷ്യ പൊളിച്ചിരുന്നു. അന്ന് അമേരിക്ക അവിടുത്തെ, അതായത് അമേരിക്കൻ നിവാസികളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാനുള്ള പ്രഖ്യാപനങ്ങൾ എല്ലാം നടത്തിയിരുന്നു. അതുപോലെ അമേരിക്കൻ വംശജര് റഷ്യയിലെ ഒരു പരിപാടിയിലും പങ്കെടുക്കരുതെന്ന് അമേരിക്ക വാർണിംഗ് നൽകിയിരുന്നു. ഇതിനുശേഷം ഇന്നലെ, അതായത് മാർച്ച് 23 വീണ്ടും റഷ്യയിൽ ആക്രമണം നടന്നു. ഇവിടെ ആരാണ് ആക്രമണം നടത്തിയതെന്ന് ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നിലെ കൈകൾ അമേരിക്കയാണെന്ന്
ഉള്ള വ്യക്തതയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.